മറ്റു വാർത്തയിലേക്ക്. ന്യൂസ് 18 വാർത്തയിൽ വിശദീകരണവുമായി കണ്ണൂർ കരിവള്ളൂർ കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി. ആചാരം തെറ്റിക്കാനാകില്ല, എന്നാൽ വിലക്ക് ഏർപ്പെടുത്തിയില്ലെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി. മകൻ ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ പൂരക്കളി കലാകാരനായ കരിവള്ളൂരിലെ വിനോദിനെ മാറ്റി നിർത്തിയ വാർത്ത ഇന്നലെയാണ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനു, ക്ഷേത്ര കമ്മിറ്റിയുടെ വിശദീകരണം വരുന്നു. ഒരു തരത്തിലും ഈ കലാകാരനെ തങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പൂരക്കളിക്കടക്കം പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണോ? ഇപ്പോഴും അതേ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണോ? ഈ നിലപാട് പെട്ടെന്ന് മാറ്റാനാകില്ല. കാരണം ഈ പൂരക്കളിക്കുള്ള പണിക്കര് നേരത്തെ തന്നെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഈ കലാപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വർഷം മാത്രമേ ഇദ്ദേഹത്തിന് ഇനി ഒരു പക്ഷേ ഇതിൽ അവസരം കിട്ടുകയുള്ളൂ, തീരുമാനം മാറ്റുകയാണെങ്കിൽ തന്നെ. ഏതായാലും അത് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടില്ല. അതേസമയം ഈ തീരുമാനത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രദേശത്ത് പുരോഗമന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിനോദിൻ്റെ വീട്ടുമുറ്റത്ത് സ്വന്തം കാവായ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും അദ്ദേഹത്തിന് സമാനമായ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഒപ്പം തന്നെ പരിസരത്തെ കാവായ ഈ കുനിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരുന്നു അദ്ദേഹം പണിക്കർ സ്ഥാനം നൽകി. അദ്ദേഹത്തെ ഒരു വർഷം മുമ്പ് നിശ്ചയിച്ചതാണ്. പക്ഷേ ഈ പണിക്കരെ വീട്ടിൽ വന്ന് ആചാരപൂർവ്വം കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഇതര മതസ്ഥയായ പെൺകുട്ടി വീട്ടിൽ ഉണ്ടാകരുത് എന്നൊരു നിലപാടാണ് ക്ഷേത്ര ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും അത് അംഗീകരിക്കാൻ ഈ വിനോദ് തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ആണ് അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ കളിക്ക് വേണ്ടി നിയോഗിക്കുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. ഈ സംഭവത്തെ തുടർന്ന് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളും ഉയർന്നിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഈ ഒരു നിലപാടിൽ ഒരു പൊതുമാറ്റം വരേണ്ടി വരും. പക്ഷേ ഏതായാലും ഈ വർഷം അദ്ദേഹത്തിനിത് കളിക്കാൻ പറ്റില്ല എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ അടുത്ത വർഷം മുതൽ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെന്ന ഒരു പൊതു ആവശ്യം ശക്തമായി ഉയരാനുള്ള സാഹചര്യമാണ് കാണുന്നത്.